അസ്സലാമു അലൈക്കും എവരി വൺ, വെൽക്കം ടു ഫാരിഷാസ് കിച്ചൺ ആൻഡ് ക്യാൻവാസ്. ഇന്ന് ഞാൻ സാത്തർ സ്റ്റഫ്ഡ് ബണ്ണാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഞാൻ 4 കപ്പ് മൈദ എടുത്തു. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് മിക്സായി വന്നാൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ കുറച്ചുകൂടെ ചേർക്കാം. ഒലീവ് ഓയിലോ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് അടച്ചു വെക്കാം. ഇത് ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യം വലുതായി കണ്ടാൽ നമുക്കിതെടുത്തിട്ട് നമുക്ക് എത്ര പോർഷൻ വേണോ നമ്മുടെ പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് പോർഷൻ ഡിവൈഡ് ചെയ്യാം. ഞാൻ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് റൗണ്ട് ആക്കാം. ഞാൻ ഈ ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെ ഇത് റൗണ്ടാക്കി പരത്തിയെടുത്തു. ഇവിടെ സ്റ്റഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സാത്തറിന് റെഡി മിക്സ് പൗഡറാണ് കേട്ടോ. അതായത് അതിലുള്ളത് സുമാക് പൗഡറും ഡ്രൈഡ് ഒറിഗാനോ, ഡ്രൈഡ് ബേസിൽ ലീഫ്, അങ്ങനെ പിന്നെ കുറച്ച് എള്ള്, ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. റൗണ്ടിൽ പരത്തിയ മാവിൻ്റെ 2 സൈഡിലും ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അത്യാവശ്യം തിന്നൊക്കെ ആയിട്ട് തന്നെയാണ് പരത്തിയിട്ടുള്ളത്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതൊന്നുകൂടി പൊങ്ങി വരുമെന്ന് മാത്രം. ഈ സാത്തർ പൗഡറിൻ്റെ കൂടെ നമുക്ക് ഒലീവ് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എങ്കിലും ഇത് പൗഡർ ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ വരില്ലായിരുന്നു. ഞാൻ ഇനി അവിടെയും കൂടി ഓയിൽ ചേർക്കേണ്ടെന്ന് കരുതി അവോയ്ഡ് ചെയ്തത്. പക്ഷേ ആ സ്റ്റെപ്പാണ് ഒന്നുകൂടി നല്ലതെന്ന് എനിക്ക് ഫൈനൽ റിസൾട്ടിൽ തോന്നി. കാരണം ഒലീവ് ഓയിലിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴാണ് ഇത് ഒന്നുകൂടെ പെർഫെക്റ്റ് ആവുക. ഞാൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോർത്ത് കൊടുക്കുന്ന പോലെ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊരു ഫിഷിൻ്റെയൊക്കെ ഷേപ്പിലാണ് വരിക. ശേഷം എൻ്റെ പാനിൻ്റെ ഒരു സൈസിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. കാരണം എങ്കിലേ പാനിൽ നന്നായിട്ട് കൊള്ളുള്ളൂ. ഇത് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എങ്കിൽ ഒന്നുകൂടി ഇത് വലുതാവും. പക്ഷേ അതിനൊന്നും ഞാൻ നിന്നില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പാനിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടു. അത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കണേ, തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യല്ല. ശേഷം ഞാനൊന്ന് എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. കാരണം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒരു ചെറുതായിട്ടൊരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എഗ് യോക്കൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, തേച്ച് കൊടുക്കില്ല, അല്ലെങ്കിൽ ബട്ടറൊക്കെ. അപ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുത്തത് കേട്ടോ. ഇത് ഞാനൊരു 3 പാനിൽ കുക്ക് ചെയ്തെടുത്തു. ഈ സാത്തർ മിക്സിന് പകരം നമുക്ക് എന്തും ഇങ്ങനെ ഫില്ല് ചെയ്യാവുന്നതാണ്, സ്റ്റഫ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ചെയ്യുന്നു. സാത്തറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇങ്ങനെ ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണം. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.